ഞാനടക്കമുള്ള കുറച്ച് പേരെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ കുവൈറ്റിൽ വലിയ വലിയ ഷോപ്പിംഗ് മാളുകളും അതുപോലെ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റുകളൊക്കെ ഉള്ളത് എന്നുള്ളത്. പക്ഷെ അത് മാത്രമല്ല, ചെറിയ മാർക്കറ്റുകളും ഉണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനത്തെ ഒരു മാർക്കറ്റാണ് ഞാനിന്ന് കാണിക്കുന്നത് കേട്ടോ. ഇത് ബംഗാളി മാർക്കറ്റ് എന്നാണ് ഇവിടെ എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അത് കൂടുതൽ എനിക്ക് തോന്നുന്നു ഹിന്ദിക്കാർ തന്നെയാണ് കൂടുതലും അവിടെ പർച്ചേസ് ചെയ്യാനായിട്ട് വരുന്നത്. മലയാളികളുണ്ട്, ബാച്ചിലേഴ്സ് ഉണ്ട്. ഇന്ന് ഫ്രൈഡേ മാത്രമാണ് ഈ മാർക്കറ്റ് ഉള്ളത്. അപ്പം നമ്മളിപ്പോൾ ആ മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ പള്ളി കൂടണ സമയമാണ്, ഉച്ച നേരമാണ്, നല്ല വെയിലാണ്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവരും പള്ളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ മെഹബുള്ളയിൽ ഇങ്ങനെ ഒരു മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇത് അത്രയ്ക്ക് വലിപ്പമില്ല, എന്നാലും അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ തന്നെ ഡ്രസ്സിൻ്റെ സെക്ഷനായിട്ടും അതുപോലെ ബാഗ്, ചെരുപ്പ് അങ്ങനെയുള്ള ചെറിയ ചെറിയ അങ്ങനത്തെ ഒരു സ്റ്റാളുകളും ഒക്കെ ഉണ്ട്. ഇത് ശരിക്കും ഇങ്ങനെ നടത്തുന്നത് നിയമവിരുദ്ധമാണ്. പോലീസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവർ ഈ സാധനങ്ങളൊക്കെ കൂടി ഇട്ടിട്ട് പോവും. എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനത്തെ ചെറിയൊരു വരുമാനത്തിലേക്ക് വരുന്നത്. പക്ഷേ അതൊന്നും നമുക്ക് ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ പോലീസ് വന്നു കഴിഞ്ഞാൽ ഇവരതൊക്കെ ഇട്ടിട്ട് പോകുന്ന കാണുമ്പോൾ നമുക്കൊരു വിഷമം. നമ്മളത് മെഹബുള്ളയിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ ഇവർ ഇട്ടിട്ട് പോണ സാധനങ്ങൾ ആൾക്കാർ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. അത്രയ്ക്ക് മോശപ്പെട്ട സാധനങ്ങളൊന്നും അല്ല കേട്ടോ. അത്ര തീരെ ക്വാളിറ്റി ഇല്ലാത്ത പച്ചക്കറികളൊന്നും അല്ല അവർ വയ്ക്കണത്. വലിയ കുഴപ്പമില്ലാത്ത പച്ചക്കറികൾ തന്നെയാണ്. പക്ഷെ നമ്മൾ അവിടെ നിന്ന് മേടിച്ചപ്പോൾ കുറച്ച് കേടായതും അങ്ങനെയൊക്കെ ആയിരുന്നു കിട്ടിയിരുന്നത്. പക്ഷേ ഇവിടെ വലിയ കുഴപ്പമില്ല, കുറച്ചേ ഉള്ളൂ എന്നുണ്ടെങ്കിലും ഫ്രഷാണ്. അധികം വിലയുടെ പച്ചക്കറിയൊന്നും അവർ വെച്ചിട്ടില്ല കേട്ടോ, കാരണം പെട്ടെന്ന് വിറ്റ് പോകണമല്ലോ. പിന്നെ ഫ്രൂട്ട്സായിട്ട് മുന്തിരിയും പഴമാണ് കണ്ടിട്ടുള്ളത്. പിന്നെ നമ്മുടെ നാട്ടിലത്തെ പപ്പക്കായ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ തൃശ്ശൂർ പപ്പക്കായ എന്ന് പറയുക. പല സ്ഥലത്തും പല രീതിയിലാണല്ലോ പറയുക. പിന്നെ മീനിൻ്റെയൊക്കെ സ്റ്റാൾ കാണാനുണ്ട് കേട്ടോ. അയിലയാന്ന് തോന്നുന്നു കണ്ടിട്ട്. ആ ഒരു ചേട്ടൻ തന്നെ മീൻ കച്ചവടം ചെയ്യുന്നത് കാണുന്നുള്ളൂ. പിന്നെ നല്ല ചൂടല്ല, മീനൊന്നും അധികം നേരം ഇരിക്കില്ല കേട്ടോ. ഐസൊക്കെ എപ്പോൾ ഇരിക്കുമെന്ന് ചോദിച്ചാൽ മതി. ഇത് കുവൈറ്റിൻ്റെ പാൽപ്പൊടിയാണ് കേട്ടോ. ആ ചേട്ടൻ കൈ വെച്ചിരിക്കുന്നത് അതുകൂടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ചൂട് രക്ഷയില്ല കേട്ടോ. ഈ ഒരു ചെറിയ സ്പേസിൽ മാത്രമായിട്ട് ഒരു തണലുള്ളൂ, ബാക്കിയൊക്കെ നല്ല വെയിലാണ്. ഇവർക്കൊക്കെ നല്ല ചൂട് എടുക്കുന്നുണ്ടാവും. ഇപ്പോൾ ഈ പള്ളി കഴിഞ്ഞിട്ടായ കാരണം നല്ല തിരക്കുണ്ട്. അത് കാരണം സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ആൾക്കാരുണ്ടാവും. ആ ഒരു പ്രതീക്ഷയിലൊക്കെ ആയിരിക്കും അവർ വെള്ളിയാഴ്ച ദിവസം ഈ ഒരു മാർക്കറ്റ് ഇവിടെ വെച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളും കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇവിടെ നിന്ന് പോവാണ്. വേദുവാണെങ്കിൽ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് കുറച്ച് നേരമായിട്ട് പറഞ്ഞു തുടങ്ങിയിട്ട്. കാരണം മുന്തിരി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവൾക്കത് വീട്ടിൽ പോയിട്ട് വേണം അത് കഴുകി കഴിക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ മേടിച്ചത്. വഴുതനങ്ങ മേടിച്ചു, കുഴപ്പമില്ല, അത്യാവശ്യം ഫ്രഷാണ്. പിന്നെ ഒരു കഷ്ണം മത്തങ്ങ, പിന്നെ മുന്തിരി, പച്ചമുളക്, പിന്നെ ഒരു ബാഗ് ഉരുളൻകിഴങ്ങ് കൊടുത്തു. ഇത്രയൊക്കെയാണ് ഞങ്ങൾ മേടിച്ചത്. ഉരുളൻകിഴങ്ങ് കുഴപ്പമില്ല, നല്ല ഉരുളൻകിഴങ്ങാണ്. അത് ഒരു 5-6 കിലോ ഉണ്ടാവും ഒരു ബാഗ്. അപ്പോൾ ഇതൊക്കെയാണ് മേടിച്ചത്. അപ്പോഴേക്കും വേദു ഇവിടെ കഴുകാൻ ടൈമില്ല കേട്ടോ. അപ്പോഴേക്കും അവളെടുത്തിട്ട് ഇതാ കയ്യിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ. ഇനി ഞാൻ അത് കഴുകി കൊടുത്തില്ലെങ്കിൽ അവളത് മുഴുവൻ അകത്താക്കും കേട്ടോ. അപ്പോൾ ഞാൻ പോയി കഴുകി കൊടുക്കട്ടെ. ബൈ ബൈ.